My dear students, welcome back to our series of lessons on form class words. This lesson is all about verbs. So in this lesson, I'll explain you the different types of verbs that we have in English. Now we'll start with the definition of verbs. So verb means a word or a group of words which is used to show an action, existence or possession of a person or thing. Or else we can say that verbs are words that indicate action, such as to drink, to run, and to wash. But not all verbs indicate physical actions. They can also express actions that happen in our mind. Words such as to think, to guess, and to sympathize are also verbs even though they do not signify physical actions. The word is the most important word in a sentence. Sometimes with a verb alone, we can make a sentence. For example, stop. So this single word stop, which is a verb, conveys a complete sense. Hence it is a sentence. So verb എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ കുട്ടിക്കാലത്തെ ഒന്ന് കൺസിഡർ ചെയ്യുക. നമ്മളെല്ലാം കുട്ടിയായിരിക്കുന്ന സമയത്ത്, നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മമാരും റിലേറ്റീവ്സും അല്ലെങ്കിൽ ആരെങ്കിലും ആവട്ടെ നമ്മളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരിക്കും, ഓടിപ്പോയി അതിങ്ങ് എടുത്തിട്ട് വാ, അമ്മയുടെ മാല ഒന്നിങ്ങ് എടുത്തിട്ട് വന്നേ. അല്ലെങ്കിൽ എന്തായിരിക്കും പറയുന്നത്, മോനെ നീ ഒരു പാട്ട് പാടിക്കേ, എൻ്റെ മോള് നന്നായിട്ട് ഡാൻസ് കളിക്കും, സോ നീ ഒരു ഡാൻസ് അങ്ങ് കളിക്കേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടിക്കാലം തൊട്ട് നമ്മൾ കേട്ട് വരുന്നതാണ്. സോ ഈ ഓടുക, പാടുക, ചാടുക, കളിക്കുക, ഇതെല്ലാമാണ് വേർബ്സ്. ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ വേർബ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഫിസിക്കൽ ആക്ഷൻ മാത്രമല്ല വേർബ് എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ മെൻ്റൽ ആക്ഷൻസ് കൂടി ഇൻക്ലൂഡഡ് ആണെന്ന് എപ്പോഴും ചിന്തിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ പറഞ്ഞ വേർഡ് തന്നെ ചിന്തിക്കുക. ചിന്തിക്കുക എന്നത് ഹാപ്പനിങ് ഇൻ അവർ മൈൻഡ് അല്ലേ? ആലോചിക്കുക, ഊഹിക്കുക, ഇതെല്ലാം മെൻ്റൽ ആക്ഷൻസ് ആണ്. സോ ഇവയും വേർബ് തന്നെയാണ്. മെൻ്റൽ ആക്ഷൻസ് കാണിക്കുന്ന വേർഡ്സിനെയും നമ്മൾ വേർബായി തന്നെയാണ് പരിഗണിക്കുന്നത്. എക്സാമിൻ ദ ഫോളോവിങ് സെൻറ്റൻസസ്. സെൻറ്റൻസ് നമ്പർ 1, സൂസൻ വർക്ക്സ് ഇൻ എ സ്കൂൾ. സെൻറ്റൻസ് നമ്പർ 2, the accident occurred last night. Sentence number 3, a computer is a useful machine. So in sentence 1, the verb works describes an action. Susan works in a school എന്നതിൽ works എന്നതാണ് verb ആയിട്ട് വന്നിട്ടുള്ളത്. സോ ആ work എന്നുള്ള ടേം ഡിനോട്ട് ചെയ്യുന്നത് എന്തിനെയാണ്? ഒരു ആക്ഷനെയാണ്. ആൻഡ് ഇൻ സെൻറ്റൻസ് 2, the verb occurred describes an event or an incident. ദ ആക്സിഡൻറ്റ് ഒക്കോർഡ് ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുന്നതിൽ ആ ഒക്കോറിങ് എന്നുള്ളത്, ഒക്കോർഡ് എന്നുള്ളത് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? കഴിഞ്ഞു പോയ ഒരു ഇൻസിഡൻറ്റിനെയാണ്. ഒക്കോർഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞു പോയതെന്ന് പറയുന്നത്. സോ അവിടെ ഒക്കോർ എന്ന് പറയുന്ന വേർഡ് ഡിനോട്ട് ചെയ്തത് ഒരു ഇൻസിഡൻറ്റിനെയാണ്. ആൻഡ് ഇൻ സെൻറ്റൻസ് 3, ദ വേർബ് ഈസ്, എ കമ്പ്യൂട്ടർ ഈസ് എ യൂസ്ഫുൾ മെഷീൻ എന്നതാണ് നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസ്. സോ ആ സെൻറ്റൻസിൽ ഈസ് എന്നത് വേർബാണ്, അത് ഇൻഡിക്കേറ്റ് ചെയ്തത് ഒരു സ്റ്റേറ്റിനെയാണ്. സോ വി ക്യാൻ സേ ദാറ്റ് verb can be words that indicate physical actions, words that indicate actions in the mind, words can that indicate event or an incident, words that expresses a state of being. For example, is, was, were, has, have, had, etc. So എന്താണ് verb എന്നത് മനസ്സിലായല്ലോ അല്ലേ? Now imagine these sentences without their verbs. Verbs ഇല്ലാതെ ഈ സെൻറ്റൻസ് എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സൂസൻ ഇൻ എ സ്കൂൾ, ദ ആക്സിഡൻറ്റ് ലാസ്റ്റ് നൈറ്റ്, എന്തെങ്കിലും ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഐഡിയ അത് കൺവേ ചെയ്യുന്നുണ്ടോ? വേർബിൻ്റെ യൂസേജ് തന്നെ ആ വേർഡിനെ കംപ്ലീറ്റ് സെൻസോടെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു സെൻറ്റൻസിനെ കംപ്ലീറ്റ് ആക്കുന്നതിന് വേർബിന് വളരെ ഇമ്പോർട്ടൻറ്റ് റോളാണുള്ളത്. സോ ഒരു ബേസിക് ഐഡിയ മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ വേർബ് എന്താണെന്നുള്ളത്? The next important thing is, while learning verbs, we have to follow some rules. So the first thing is, verb changes its form according to tense, number, person and voice. Tense is indicated on the first verb in a sentence. Tense എന്താണ്? ടെൻസ് ഏതൊക്കെയാണ്? പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. ഒരുപാടുണ്ട് പഠിക്കാൻ ടെൻസസ്. അത് ജസ്റ്റ് ഒരു ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ വേർബിൻ്റെ കേസിൽ നിങ്ങൾക്ക് അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. കാര്യം ടെൻസ് എല്ലാത്തിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ്. സോ സമയം കണ്ടെത്തി ടെൻസ് നന്നായിട്ട് പഠിക്കുക കേട്ടോ. ടെൻസിൻ്റെ അടിസ്ഥാനത്തിൽ വേർബിന് മാറ്റം സംഭവിക്കാറുണ്ട്. മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിലും വേർബിൻ്റെ ഫോംസിൽ ചേഞ്ച് വരാറുണ്ട്. ദ നമ്പർ ആൻഡ് പേഴ്സൺ ഓഫ് ദ നൗൺസ് വിൽ ചേഞ്ച് ദ വേർബ് ഇൻ ദ പ്രസൻറ്റ് ടെൻസ്. അതായത് ഇപ്പം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? തന്നിരിക്കുന്ന സെൻറ്റൻസ് സിംഗുലർ ഫോമിലാണെങ്കിലോ പ്ലൂറൽ ഫോമിലോ ആണെങ്കിൽ അതിൻ്റെ വേർബിന് മാറ്റം വരാറുണ്ട്. അതുപോലെ തന്നെയാണ് പേഴ്സൻ്റെ കേസിനും. പേഴ്സൺ എന്താണ്?
ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ അറിയോ? ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് പേഴ്സൺ സ്റ്റാൻഡ്സ് ഫോർ ദ സ്പീക്കർ. ഞാൻ എന്ന അർത്ഥം വരുന്നതാണ് ഫസ്റ്റ് പേഴ്സൺ. അതായത് ഐ, വി, മൈ, മൈൻ, അസ്, ഞാൻ, ഞങ്ങൾ, നമ്മൾ, ഇതെല്ലാമാണ് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് പേഴ്സൺ സ്റ്റാൻഡ്സ് ഫോർ ദ പേഴ്സൺ സ്പോക്കൺ ടു. ആരോട് സംസാരിക്കുന്നു, അയാൾ എന്ന അർത്ഥം വരുന്നതാണ് സെക്കൻഡ് പേഴ്സൺ. യു, യുവേഴ്സ്, താങ്കൾ, നിങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതാണ് സെക്കൻഡ് പേഴ്സൺ. ആൻഡ് തേർഡ് പേഴ്സൺ സ്റ്റാൻഡ്സ് ഫോർ ദിസ് പേഴ്സൺ സ്പോക്കൺ ഓഫ്. ആരെക്കുറിച്ചാണോ പറഞ്ഞത് അഥവാ എന്തിനെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അതാണ് തേർഡ് പേഴ്സൺ. ഷീ, ഹി, ഇറ്റ്, ദേ, അതെല്ലാമാണ് തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. The number and person of the nouns will change the verb in the present tense. ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും തേർഡ് പേഴ്സണിൻ്റെ കേസിലും എല്ലാം വേർബിന് മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. The girls go out for jogging every day. ഇതിൽ ഗേൾസ് എന്നത്, ഇവിടെ ഗേൾസ് എന്ന് പറയുമ്പോൾ അത് ഏതാണ്? തേർഡ് പേഴ്സൺ ആണ്, മറ്റൊരാളെയാണ് പറയുന്നത്. സോ ഗേൾസ് എന്നത് തേർഡ് പേഴ്സൺ ആണ്. GIRL എന്നതിൻ്റെ കൂടെ എന്ത് വന്നിട്ടുണ്ട്? എസ് വന്നിട്ടുണ്ട്. സോ പെൺകുട്ടികൾ, അത് തേർഡ് പേഴ്സൺ പ്ലൂറൽ ആണ്. സോ പ്ലൂറൽ മീൻസ് മോർ ദാൻ വൺ എന്നാണ് അവിടെ അർത്ഥം വന്നിരിക്കുന്നത്. പ്ലൂറൽ വന്നാൽ ഗേൾസ്, പ്ലൂറൽ തേർഡ് പേഴ്സൺ പ്ലൂറൽ ആയതുകൊണ്ടാണ് ഗേൾ എന്നത് ഗേൾസ് ആയത്. അതുകൊണ്ട് തന്നെ വേർബിൻ്റെ റൂട്ട് ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. തേർഡ് പേഴ്സൺ പ്ലൂറൽ ആയതുകൊണ്ട് അവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേർബ് ഏതാണ്? ഗോ എന്നതാണ്. ഗോസ് എന്ന് യൂസ് ചെയ്തിട്ടില്ല, ഗോ എന്നത് യൂസ് ചെയ്തു. ദ ഗേൾസ് ഗോ ഔട്ട് ഫോർ ജോഗിങ് എവറി ഡേ. ദ ഗേൾ ഗോസ് ഔട്ട് ഫോർ ജോഗിങ് എവറി ഡേ. ഇവിടെ എന്തുകൊണ്ടാണ് ഗോസ് വന്നത്? ഇവിടെ തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. ദ ഗേൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. GIRL, പെൺകുട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ തേർഡ് പേഴ്സൺ സിംഗുലർ ആയതുകൊണ്ട് വേർബിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ES ചേർക്കണം. തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. ദ ഗേൾ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഗോ എന്ന വേർബിൻ്റെ റൂട്ട് ഫോമിനോട് ചേർത്ത് ES എന്നത് ആഡ് ചെയ്തത്. ഗോസ് ഔട്ട് ഫോർ ജോഗിങ് എവറി ഡേ എന്ന് വന്നത്. സോ സിംഗുലർ ആകുമ്പോൾ ആ വേർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ES ചേർക്കണം. പ്ലൂറൽ വരുമ്പോൾ വേർബ് സാധാരണ രീതിയിൽ തന്നെ മെൻഷൻ ചെയ്യണം. Is it clear? Another example, I work every day. ഇവിടെ ഫസ്റ്റ് പേഴ്സൺ ആണ് ഐ എന്നുള്ളത്. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ്. സോ അവിടെ വെർബിന് മാറ്റം വരില്ല. ഹി വോക്സ് എവറി ഡേ. ഹി വോക്സ് എന്നുള്ളത് തേർഡ് പേഴ്സൺ ആണ്. ഹി എന്നത് അതിൻ്റെ കൂടെ തേർഡ് പേഴ്സൺ സിംഗുലർ ആയതുകൊണ്ട് വെർബിനോടൊപ്പം നമ്മൾ എന്ത് ചേർത്തു? എസ് ചേർത്തു. ഹി വോക്സ് എവറി ഡേ എന്ന് ആയി. The next point is two voices. Active and passive affect the verb in a sentence. In the passive voice, the verb has a passive auxiliary and an ED added to the main verb. പാസീവ് വോയിസിൽ വേർബിന് പാസീവ് ഓക്സിലറി ആണ് വരുന്നത്. അതിനോടൊപ്പം ED എന്ന ഫോം മെയിൻ വേർബിനോട് ചേർത്ത് ആഡ് ചെയ്യുന്നുണ്ട്. കൺസിഡർ ദിസ് എക്സാമ്പിൾ. ദ ലിറ്റിൽ ഗേൾ ഓപ്പൺ ദ ഡോർ. ഇത് ഏതിൻ്റെ എക്സാമ്പിൾ ആണ്? ആക്റ്റീവ് വോയിസിൻ്റെ എക്സാമ്പിൾ ആണ്. സോ അതിനെ പാസീവിലോട്ട് ആക്കുമ്പോൾ അതെങ്ങനെയാവും? ദി ഡോർ വാസ് ഓപ്പൺ ബൈ ദി ലിറ്റിൽ ഗേൾ എന്നതാണ്. ഇവിടെ പാസീവ് ഓക്സിലറിയാണ് ഉപയോഗിക്കുന്നത്. അതായത് വാസ് എന്നതിൻ്റെ കൂടെ ചേർന്ന് വന്ന മെയിൻ വേർബിനോട് കൂടി നമ്മൾ എന്ത് ചേർത്തു? ED, മെയിൻ വേർബിൻ്റെ ED ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. ദ ഡോർ വാസ് ഓപ്പൺ ബൈ, വാസിൻ്റെ കൂടെ ഓപ്പൺ എന്ന ED ആണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. സോ പാസീവ് വോയിസിൽ വേർബിന് പാസീവ് ആക്സിലറി ആണ് വരുന്നത്. അതിനോടൊപ്പം ED എന്ന ഫോം മെയിൻ വേർബിനോട് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് സെക്ഷൻ ഈസ് റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ്സ്. എന്താണ് റെഗുലർ വേർബ് എന്ന് പറയുന്നത്? ഒരു വേർബ് എടുക്കുക, ആ വേർബിൻ്റെ റൂട്ടിൽ ഡി അല്ല എങ്കിൽ ED ചേർത്തു എന്ന് കരുതുക. അങ്ങനെ ചേർക്കുമ്പോൾ അതിൻ്റെ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം ആയിട്ടാണ് വരുന്നതെങ്കിൽ ദാറ്റ് കൈൻഡ്സ് ഓഫ് വേർബ് ആർ കോൾഡ് റെഗുലർ വേർബ്സ്, which means the distinction between regular and irregular verbs is determined by their past participle and simple past tense forms. റെഗുലർ അല്ലെങ്കിൽ ഇറഗുലർ വേർബ്സിൻ്റെ ഡിഫറൻസ് തീരുമാനിക്കുന്നത് അതിലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും സിമ്പിൾ പാസ്റ്റ് ടെൻസും ആയിരിക്കും. ഇപ്പം ജഡ്ജ് എന്ന് പറയുന്ന വേർഡ് എടുക്കുക. ജഡ്ജ് എന്ന് പറയുന്ന വേർഡിൻ്റെ 3 ഫോംസ് ഏതൊക്കെയാണ്? ജഡ്ജ്, ജഡ്ജ്ഡ് ആൻഡ് ജഡ്ജ്ഡ് അല്ലേ? സ്റ്റഡി, സ്റ്റഡി എന്ന് പറയുമ്പോൾ സ്റ്റഡീഡ്, സ്റ്റഡീഡ്. ജഡ്ജിൻ്റെ കൂടെ ഡി ചേർത്തപ്പോൾ അതിൻ്റെ സിമ്പിൾ പാസ്റ്റും അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം ആയിരുന്നു. സ്റ്റഡി എന്ന് പറയുന്ന വേർഡിൻ്റെ കൂടെ ED ചേർത്തപ്പോൾ STUDIED എന്ന് ചേർക്കുമ്പോൾ അതിൻ്റെ 2 ഫോമും പാസ്റ്റ് ടെൻസും സിമ്പിൾ പാസ്റ്റും സെയിം ആണ്. സോ വേർഡ്സ് ആയ ജഡ്ജ്, സ്റ്റഡി, ഹറി തുടങ്ങിയവയുടെ കൂടെ ED അല്ലെങ്കിൽ ഡി ചേർക്കുമ്പോൾ അതിൻ്റെ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കാൻ പറ്റിയാൽ, സെയിം ആയിട്ട് കിട്ടിയാൽ അവയാണ് നമ്മൾ റെഗുലർ വേർബ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഒരുപാട് എക്സാമ്പിൾ നിങ്ങൾക്ക് കിട്ടും. വോക്ക് എന്ന് പറയുന്ന വേർഡ് തന്നെ അതിൻ്റെ എക്സാമ്പിളാണ്. വോക്ക്, വോക്ക്ഡ് ആൻഡ് വോക്ക്ഡ് റെഗുലർ വേർബിൻ്റെ എക്സാമ്പിളാണ്. ഇനി
എന്താണ് ഇറഗുലർ വേർബ് എന്ന് പറയുന്നത്? ഇറഗുലർ വേർബ് മീൻസ് they have dissimilar forms of simple past and simple participle. They are called strong verbs. വേർബിൻ്റെ ബേസ് ഫോമിൽ നിന്നുള്ള ഡിഫറൻറ്റുമായിട്ട്, അതായത് ഒരു വേർബ് എടുക്കുക, ആ വേർബിൻ്റെ ബേസ് ഫോമിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആണ് അതിൻ്റെ സിമ്പിൾ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും. അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വേർബ്സിനെയാണ് ഇറഗുലർ വേർബ്സ് എന്ന് പറയുന്നത്. അറൈസ് എന്ന് പറയുന്ന വേർഡിൻ്റെ 3 ഫോംസ് ഏതൊക്കെയാണ്? അറൈസ്, അറോസ് ആൻഡ് അറൈസൺ അല്ലേ? അതുപോലെ ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ. ഈറ്റ് എന്നത് ബേസ് ഫോമാണ്, സിമ്പിൾ പാസ്റ്റ് എയ്റ്റ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ഈറ്റൻ ആണ്. വേറെയും കുറേ എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ കട്ട്, ഹിറ്റ് എന്ന് പറയുന്നതിൻ്റെ 3 ഫോംസും സെയിം ആണ്. അപ്പം ഈ ഇറഗുലർ വേർബ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ദേ ഹാവ് ഡിസിമിലർ ഫോംസ് ഓഫ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആൻഡ് ദേ ആർ കോൾഡ് സ്ട്രോങ് വേർബ്സ്. ഒന്നുകൂടെ നന്നായിട്ട് വായിക്കുക. ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് നിറയെ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണിതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് സെക്ഷൻ ഇസ് അബൌട്ട് ട്രാൻസിറ്റീവ് വേർബ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വേർബ്. സോ വാട്ട് യു മീൻ ബൈ ട്രാൻസിറ്റീവ് വേർബ്സ്? വേർബ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ ആണെന്ന് നമുക്കറിയാമല്ലോ. സോ വേർബിൻ്റെ ഫലം, അതായത് ഒരു ആക്ഷൻ നടക്കുന്ന അതിൻ്റെ റിസൾട്ട് ആരിലേക്കാണോ എത്തിച്ചേരുന്നത് അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു സെൻറ്റൻസിൽ വേർബിൻ്റെ ആക്ഷൻ അനുഭവിക്കുന്ന ഒബ്ജക്റ്റ് ഉണ്ട് എങ്കിൽ അവയെയാണ് ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത്. എ വേർബ് വിച്ച് ഹാസ് ആൻ ഒബ്ജക്റ്റ് ഇസ് കാൾഡ് എ ട്രാൻസിറ്റീവ് വേർബ്. ഒന്നുകൂടെ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. വേർബിനോട് ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടുമെങ്കിൽ ആ കൈൻഡ് ഓഫ് വേർബ്സിനെയാണ്, ആ ടൈപ്പ് ഓഫ് വേർബ്സിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത്. എ വേർബ് വിച്ച് ഹാസ് ആൻ ഒബ്ജക്റ്റ്. So example, Sabu likes books, and also another example, Josh writes a letter. So ഈ 2 സെൻറ്റൻസിലും ലൈക്സ്, റൈറ്റ്സ് എന്നീ വേർബിൻ്റെ ഒബ്ജക്റ്റാണ് ബുക്സും ലെറ്റേഴ്സും എന്നത്. ഇവിടെ ലൈക്സ് എന്നാൽ ഇഷ്ടപ്പെടുന്നു. സോ ലൈക്സ് എന്ന ഈ ഒരു വേർബിനോട് എന്തിനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആൻസറായിട്ട് സാബു ലൈക്സ് എന്തിനെ, അവിടെ ആൻസറായിട്ട് ബുക്സ് എന്നതുണ്ട്. സോ നമുക്ക് ആൻസർ അവിടെ തന്നെ കിട്ടി, ഒബ്ജക്റ്റ് അവിടെ തന്നെ ഉണ്ട്. സോ അങ്ങനെ വേർബിനോട് ചേർന്ന് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെയാണ് ട്രാൻസിറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തത് ജോസ് റൈറ്റ്സ് എ ലെറ്റർ എന്ന എക്സാമ്പിളിലും റൈറ്റ്സ് എന്ന വേർബിനോട് എന്ത് എന്ന് ചോദിച്ചാൽ ലെറ്റർ എന്ന് ഉത്തരം കിട്ടുന്നു. സോ അതിനാൽ അതും എന്തിൻ്റെ എക്സാമ്പിളാണ്? ട്രാൻസിറ്റീവ് വേർബിൻ്റെ എക്സാമ്പിളാണ്. റൈറ്റ്, റീഡ്, ടെൽ, ഡു, see, eat, throw, hear, give, take and how ഇവയെല്ലാം നമ്മുടെ ട്രാൻസിറ്റീവ് വേർബ്സിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. Another example, Reba opened a bottle of milk. Opened എന്നത് മെയിൻ വേർബാണ്. എന്ത് എന്ന ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ബോട്ടിൽ ഓഫ് മിൽക്ക് എന്നതാണ്. സോ ആര് എന്ന് ചോദിച്ചാൽ റീബ എന്നതും ഇതിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ഹിയർ ദ ഒബ്ജക്റ്റ് ബോട്ടിൽ ഓഫ് മിൽക്ക് ഈസ് ദ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഓഫ് ദി വേർബ് ഓപ്പൺഡ്. സോ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ ഓപ്പൺഡ് വാട്ട്, അല്ലേ, എന്താണ് തുറന്നത് എന്നുള്ളതിൻ്റെ ആൻസർ ഇതിൽ തന്നെയുണ്ട്. സോ ഇത് എന്തിൻ്റെ എക്സാമ്പിളാണ്? ട്രാൻസിറ്റീവ് വേർബ്സിൻ്റെ എക്സാമ്പിളാണ്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഐ വിൽ എക്സ്പ്ലെയിൻ ദിസ് അഗെയിൻ വിത്ത് another examples. First example, David killed John. Second example, Shakespeare wrote Hamlet. So here in sentence 1, the sentence will be incomplete without the word John. Similarly, without the word Hamlet, the sentence will be incomplete in sentence number 2. That is, Shakespeare wrote Hamlet. So here, John and Hamlet are the objects of the verbs killed and wrought respectively. If a main verb takes an object, then that is called transitive verb. I'll give you more examples for transitive verbs. The first one, he speaks Tamil. That is an example for transitive verb. Then she usually sings Hindi songs. Rahim paints beautiful pictures. He writes poems. Mother cooks good meals. So ഇതെല്ലാം transitive verbs and example ആണ്. And the important point which you have to keep in your mind is, we do not add a preposition between a transitive verb and its object. ഒരു ട്രാൻസിറ്റീവ് വേർബിൻ്റെയും അതിൻ്റെ ഒബ്ജക്റ്റീവിൻ്റെ ഇടയിൽ പ്രിപ്പോസിഷൻ ചേർക്കാറില്ല. എക്സാമ്പിൾ, ഹീ റോട്ട് എ ലെറ്റർ ടു മീ എന്ന വേർഡ്, അതിൻ്റെ കൂടെ ഇപ്പം ഞാൻ ഹീ റോട്ട് ഫോർ എ ലെറ്റർ ടു മീ എന്നുള്ളത് റോങ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. അതായത് വേർബിൻ്റെയും ഡയറക്റ്റ് ഒബ്ജക്റ്റിൻ്റെയും ഇടയിൽ പ്രിപ്പോസിഷൻ ചേർക്കാറില്ല. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. സെൻറ്റൻസ് കറക്ഷനൊക്കെ എക്സാമിന് വന്നു കഴിഞ്ഞാൽ അത് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, വി ഡു നോട്ട് ആഡ് എ പ്രിപ്പോസിഷൻ ബിറ്റ്വീൻ എ ട്രാൻസിറ്റീവ് വേർബ് ആൻഡ് ഇറ്റ്സ് ഒബ്ജക്റ്റ്. നെക്സ്റ്റ് വൺ ഈസ് ഇൻട്രാൻസിറ്റീവ് വേർബ്. സോ വാട്ട് ഡു യു മീൻ ബൈ ഇൻട്രാൻസിറ്റീവ് വേർബ്?
If a verb doesn't take or doesn't need an object, it is called an intransitive verb. വേർബിനോട് ആരെ അഥവാ എന്തിനെ എന്നൊക്കെ ചോദിച്ചാൽ ആൻസേഴ്സ് കിട്ടാത്ത വേർബ്സിനെയാണ് നമ്മൾ ഇൻട്രാൻസിറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത്. ലുക്ക് അറ്റ് ദി ഫോളോയിങ് പെയർ ഓഫ് സെൻറ്റൻസസ്. റഹീം റൺസ് ഫാസ്റ്റ്. Second example, he runs a medical shop. So in sentence 1, the verb runs has no object. So it is an intransitive verb. Whereas in sentence 2, the verb runs takes an object, a medical shop. Hence it is transitive. ആദ്യത്തെ സെൻറ്റൻസിനകത്ത് റഹീം റൺസ് ഫാസ്റ്റ് അല്ല, ഒബ്ജക്റ്റ് ഇല്ല. അതുകൊണ്ട് അത് എന്തിൻ്റെ എക്സാമ്പിളാണ്? ഇൻട്രാൻസിറ്റീവ് വേർബിൻ്റെ എക്സാമ്പിളാണ്. രണ്ടാമത്തെ സെൻറ്റൻസ് എന്താണ്? ഹി റൺസ് എ മെഡിക്കൽ ഷോപ്പ്. സോ അവിടെ എന്തുണ്ട്? ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. സോ അത് എന്തിൻ്റെ എക്സാമ്പിളാണ്? ട്രാൻസിറ്റീവ് വേർബിൻ്റെ എക്സാമ്പിളാണ്. സോ സം വേർബ്സ് ആർ യൂസ്ഡ് ആസ് ബോത്ത് ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ്. ചില വേർബ്സിനെ ട്രാൻസിറ്റീവായിട്ടും ഇൻട്രാൻസിറ്റീവ് ആയിട്ടും യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. നിങ്ങൾ കൂടുതലൊന്ന് വായിച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. നമുക്ക് ഒരു പേടി മാത്രമേ ഉള്ളൂ ഗ്രാമറിനെ കുറിച്ച്. ആ പേടി ഒന്ന് മാറ്റി ആ ഐഡിയ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. സോ ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിൽ ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. ഇതിൻ്റെ എക്സസൈസസ്, ടെക്സ്റ്റുവൽ എക്സസൈസസ് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.